നമ്മുടെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സമയങ്ങളിലാണ് ദൈവം നമ്മളോടൊപ്പം ഉണ്ടാവാറ്. ഹലോ, വെൽക്കം ബാക്ക്. ഞാനിത് പറയുന്ന സമയത്ത് നിങ്ങൾ പലരും ആലോചിക്കുന്നുണ്ടാവും, എൻ്റെ ടഫായിട്ടുള്ള മൊമെൻറ്റിൽ ഞാൻ ദൈവത്തിനെ കണ്ടിട്ടില്ലല്ലോ, ഞാൻ ഒരുപാട് തിരഞ്ഞു നോക്കി, ഞാൻ ഒരുപാട് വിളിച്ചു നോക്കി, ദൈവം വന്നില്ലല്ലോ, എന്നെ സഹായിച്ചില്ലല്ലോ എന്നൊക്കെ. സി, ഞാനൊരു കഥ പറഞ്ഞുതരാം. കുറച്ച് മാസങ്ങൾക്ക് മുൻപേ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ കണ്ടൊരു സ്റ്റോറിയാണ്, ഒരു റിയൽ സ്റ്റോറി. നമുക്ക് എന്താ നോക്കാം. അതിൽ പറഞ്ഞത്, ഒരു വ്യക്തി ദൈവത്തോടൊപ്പം നടക്കാൻ വേണ്ടി ഇറങ്ങി, ഒരുപാട് ദൂരം സഞ്ചരിച്ചു. ഒരു പരിധിയിലപ്പുറം ആയപ്പോൾ ഇദ്ദേഹം തിരിഞ്ഞു നോക്കി. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസ് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു, ഫെയിലിയേഴ്സ് ഉണ്ടായിരുന്നു, ബിസിനസ്സിലുള്ള ഫെയിലിയേഴ്സ് ഉണ്ടായിരുന്നു, പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫിലുള്ള ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. അയാൾ കംപ്ലീറ്റ്ലി ബ്രോക്കായി പോയിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ട് അദ്ദേഹം ഒരു പോയിന്റിലെത്തിയ സമയത്താണ് തിരിഞ്ഞു നോക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ തുടങ്ങിയ സമയത്ത് മണലാണല്ലോ, കാൽപാദം കാണാൻ വേണ്ടി പറ്റും. തുടങ്ങിയ സമയത്തൊക്കെ 4 കാൽപാദങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് അദ്ദേഹത്തിൻ്റെതാണ്, മറ്റൊന്ന് ദൈവത്തിൻ്റെതും. പക്ഷെ ചില സമയങ്ങളിൽ ആ കാൽപാദം കാണാനില്ല, ഇദ്ദേഹത്തിൻ്റെ കാൽപാദം മാത്രമേ അവിടെ ഉള്ളൂ. അങ്ങനെ ഒരുപാട് സമയങ്ങൾ. അപ്പോൾ ഇദ്ദേഹം ആലോചിച്ചു, എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്? ഞാൻ മാത്രമല്ലല്ലോ നടന്നത്, എൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നല്ലോ. അപ്പം ഇദ്ദേഹം തൻ്റെ ജീവിതത്തിനെ പറ്റി ഒന്നുകൂടെ പഠിച്ചു, ആ നടന്ന വഴികളെ പറ്റി ഒന്നുകൂടെ പഠിച്ചു. അപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത്, ഈ പോയ മൊമെൻറ്റ്സ് ഒക്കെ, അതായത് ദൈവത്തിൻ്റെ കാൽപ്പാട് കാണാത്ത എല്ലാ സ്ഥലങ്ങളും ഇദ്ദേഹത്തിൻ്റെ ലൈഫിലെ ഏറ്റവും ടഫായിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരുന്നു. ഇദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി. കാരണം ദൈവം കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ തുടങ്ങിയ യാത്ര അവസാനിക്കുന്ന സമയത്ത് ദൈവം കൂടെ ഉണ്ട്, പക്ഷെ ഇതിൻ്റെ ഇടയിൽ തനിക്ക് ടഫായിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് വന്നപ്പോൾ ഞാനത് ഒറ്റയ്ക്ക് സഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം എന്നോട് ഇട്ടിട്ട് പോയി എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു കംപ്ലൈനിങ് മോഡോടുകൂടി ദൈവത്തിനോട് ചോദിച്ചു, ദൈവമേ, അങ്ങ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ തുടങ്ങിയ സമയത്തും ഈ അവസാനത്തിലെ ഈ ഒരു പോയിന്റിലും അങ്ങ് എൻ്റെ കൂടെ ഉണ്ട്, പക്ഷെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഏറ്റവും ടഫായിട്ടുള്ള മൊമെൻറ്റിൽ, അതായത് എനിക്ക് നിങ്ങളെ പൂർണ്ണമായിട്ടും വേണ്ട സിറ്റുവേഷൻസിൽ നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, എന്തുകൊണ്ടാണ് എന്നെ ഒറ്റപ്പെടുത്തിയതെന്ന് ചോദിച്ചു. അപ്പം ദൈവം പറയുന്നൊരു മറുപടി ഉണ്ട്, അല്ലയോ ദാസ, നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു, നിൻ്റെ സാധാരണമായ ജീവിതത്തിൽ അല്ലെങ്കിൽ സാധാരണമായ നടത്തത്തിൽ നിന്നോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ നിനക്കൊരു പ്രശ്നം വന്ന സമയത്ത്, നീ ഏറ്റവും ലോ ലെവലായ സമയത്ത് ഞാൻ നിന്നിലായിരുന്നു ഉണ്ടായിരുന്നത്. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഇപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യാണ്, ദൈവം എൻ്റെ കൂടെ ഇല്ല, എൻ്റെ ക്രിയേറ്റർ എന്നെ നോക്കുന്നില്ല എന്ന്. സി, ക്രിയേറ്റർ ഈസ് ഓൾവേസ് വിത്ത് അസ്. നമ്മുടെ കൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ക്രിയേറ്ററിൻ്റെ സപ്പോർട്ടുണ്ട്. നമുക്ക് ഏറ്റവും ടഫായിട്ടുള്ള മൊമെൻറ്റ്സിൽ നമ്മൾ വിളിച്ച് കരയുമ്പോൾ ക്രിയേറ്റർ ആ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു റിസൾട്ടാണ് ഈ ഒരു സ്റ്റോറി എന്നുള്ളത്. കാരണം ഈ ഓരോ പോയിന്റ്സും അദ്ദേഹത്തിന് കടന്നു വരാൻ വേണ്ടിയിട്ട് സഹായിച്ചത് ക്രിയേറ്റർ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ കഴിവ് എന്നുള്ളത് അതിലൂടെ നടന്നു എന്നുള്ളത് മാത്രമാണ്. ബാക്കി അവിടെ കൊടുക്കേണ്ട മനക്കരുത്തും അതിനുവേണ്ടി സപ്പോർട്ടും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ദ ക്രിയേറ്റർ സപ്പോർട്ടാണ്. സോ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു ടഫായിട്ടുള്ള മൊമെൻറ്റില്ലേ, യെസ്, യുവർ ക്രിയേറ്റർ ഈസ് വിത്ത് യു, വിത്തിൻ യു. അതുകൊണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട. Keep going and you will succeed one day.